നസ്കരം കോൺഗ്രസിനെ സമ്പൂർണ്ണമായി തകർത്ത് മാത്രമേ കേരളത്തിൽ ബി ജെ പിക്ക് വളരാൻ കഴിയൂ എന്ന ഇതുവരെ ഉണ്ടായിരുന്ന കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഫോർമുല തെറ്റാണെന്നും കോൺഗ്രസിനെ അത്ര വേഗത്തിൽ തകർക്കാൻ കഴിയില്ല, കാരണം ന്യൂനപക്ഷ പിന്തുണ കോൺഗ്രസിനുണ്ട്, ഒപ്പം ലീഗ് അതിശക്തമായി നിലയുറപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ബി ജെ പിക്ക് ക്ലച്ച് പിടിക്കണമെങ്കിൽ സി പി എമ്മിനെ തന്നെ ആക്രമിക്കണം. സി പി എമ്മിൻ്റെ അടിവരിളക്കിയാൽ മാത്രമേ ബി ജെ പിക്ക് വളരാൻ കഴിയൂ. ബി ജെ പിയുടെ കോർ വോട്ടായ ഹിന്ദു വോട്ട് സി പി എമ്മിൽ നിന്നാണ് ശേഖരിക്കേണ്ടത് എന്ന് പുതിയ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ബോധ്യപ്പെടുത്തിയതിനു ശേഷമാണ് വലിയ നയവ്യത്യാസം കേന്ദ്ര സർക്കാർ സി പി എമ്മിനോടും പിണറായിയോടും എടുക്കുന്നത്. അതുവരെ പിണറായി കേരള ഹൗസിൽ പോയി നിർമ്മലാ സീതാരാമന് ചായ വാങ്ങിക്കൊടുത്തോ, അല്ലെങ്കിൽ നിതിൻ ഗഡ്കരിയെ തിരുവനന്തപുരത്തെ ക്ലിഫ് ഹൗസിൽ വിളിച്ചു വരുത്തിയോ, അതുമല്ലെങ്കിൽ ഗവർണർക്ക് പായസം കൊടുത്തു വിട്ടോ ഒക്കെ. അതിനൊപ്പം തന്നെ കേന്ദ്ര സേനയിൽ സ്വാധീനമുള്ള ഉദ്യോഗസ്ഥരെ ഇവിടെ സംസ്ഥാന പോലീസിൻ്റെ തലപ്പത്ത് നിയോഗിച്ചുമൊക്കെ പിണറായി തൻ്റെ പേരിലുള്ള തട്ടിപ്പും അഴിമതിയും സ്വജനപക്ഷപാതവും ഒക്കെ കൈകാര്യം ചെയ്തിരുന്ന കാലത്തിന് അന്ത്യമായിരിക്കുകയാണ്. അങ്ങനെയാണ് പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനെതിരെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കച്ചകെട്ടി രംഗത്തിറങ്ങിയിരിക്കുന്നത്. അവർക്ക് രാഷ്ട്രീയമില്ല, എന്നാൽ അവർക്ക് നടപടിയെടുക്കണമെങ്കിൽ കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിൻ്റെ അനുമതി വേണമായിരുന്നു. അത് കൊടുത്തിരിക്കുന്നു. അവർ 10 വർഷം വരെ തടവ് കിട്ടാവുന്ന കുറ്റകൃത്യത്തിലെ പ്രധാന പ്രതിയായി വീണ വിജയനെയും വീണ വിജയൻ്റെ കടലാസ് കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസിനെയും ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതുമായി മുമ്പോട്ട് പോവുകയാണ്. അവരുടെ മുമ്പിലുള്ള പ്രധാന കടമ്പകൾ കടന്നു. ഇൻകം ടാക്സ് സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഇൻ്ററിം ഉത്തരവ്, ROC അതായത് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നിയോഗിച്ച പ്രത്യേക സമിതിയുടെ റിപ്പോർട്ട്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൊച്ചി കമ്മീഷണറേറ്റിൻ്റെ വിശദമായ പഠന റിപ്പോർട്ട്, CMRL കമ്പനിയിൽ പരിശോധന നടത്തിയതിൻ്റെ പുറത്ത് ഇൻകം ടാക്സ് ഇൻ്റർമെൻ്റ് സെറ്റിൽമെൻറ്റ് ബോർഡിൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട്, ഇവയൊക്കെ അടിസ്ഥാനപ്പെടുത്തി പ്രാഥമിക തെളിവെടുപ്പ് നടത്തിയാണ് SFIO ഇതൊരു സീരിയസ് ഫ്രോഡ് നടന്നിരിക്കുന്ന റിപ്പോർട്ട് കൊടുത്തത്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പ്രോസിക്യൂഷന് അനുമതി കിട്ടിയതോടെ ഇനി FIR രജിസ്റ്റർ ചെയ്തുകൊണ്ട് അതിവിശദമായ അന്വേഷണം നടത്തണം. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ പ്രതിയായതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യേണ്ട സാഹചര്യമുണ്ട്. ആ സാഹചര്യം ഒരുങ്ങുകയാണ്. ഏതു നിമിഷവും വീണ വിജയൻ അറസ്റ്റ് ചെയ്യപ്പെടാം എന്ന് തീർച്ചയായിരിക്കുന്നു. എന്നുള്ളത് മാത്രമാണ് ബാധകമായിരിക്കുന്നത്. അരുൺ പ്രസാദ് എന്ന ഒരു പുള്ളിപ്പുലിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. അന്വേഷണ ഉദ്യോഗസ്ഥനെ ആരെങ്കിലും സ്വാധീനിക്കാൻ ശ്രമിച്ചാൽ, അതിപ്പോൾ വീണ വിജയനെതിരായാണെങ്കിൽ പോലും അത് തിരിച്ചടിയാവുമെന്ന് അരുൺ പ്രസാദിനെ അറിയാവുന്നവർക്കറിയാം. അതുകൊണ്ട് തന്നെ അനുകൂലിക്കുന്നവരോ പ്രതികൂലിക്കുന്നവരോ അരുൺ പ്രസാദിൻ്റെ പരിസര പ്രദേശത്തേക്ക് പോകുന്നില്ല. തൽക്കാലം അദ്ദേഹം നിയമവും നീതിയും മാത്രം ലക്ഷ്യമാക്കി മുമ്പോട്ട് പോകുന്നു. പഴുതുകൾ അടച്ചുള്ള അറസ്റ്റായിരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ. വലിയ തോതിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട്. ഇപ്പോൾ അന്വേഷണ പരിധിയിൽ വന്നിരിക്കുന്നത് മാസപ്പടി മാത്രമാണ്. 1,72,00,000 രൂപ മാസപ്പടി കൈപ്പറ്റിയത് മാത്രമാണ്. ഏതാണ്ട് 1 കോടി രൂപ കൂടി ഇതിനോടൊപ്പം SFIO ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു കടലാസ് കമ്പനിയിലൂടെ CMRL തന്നെ കൊടുത്ത പണമാണ്. ഇത് ലോണായി കൈപ്പറ്റിയിരിക്കുന്നു. ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി എന്ന നിലയിൽ ലോൺ കൊടുക്കാൻ എംപവർ ഇന്ത്യക്ക് സാധിക്കും. അവർ ലോൺ കൊടുത്തതായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ ഭാഗം ശരിയായിരിക്കുന്നു. ലോൺ എടുത്തതായി വീണ വിജയന്റെ എക്സാലോജി കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നു. അതും ശരിയാക്കിയിരിക്കുന്നു. പക്ഷേ ഈ ലോൺ തിരിച്ചടച്ചിട്ടില്ല. ഇത് എഴുതി തള്ളിയിട്ടുമില്ല. എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിന് പരാതിയില്ല എന്നതാണ് വിചിത്രമായ സംഗതി. അതുകൊണ്ട് തന്നെ 1,72,00,000 രൂപ ചെയ്യാത്ത പണിക്ക് മാസപ്പടി വാങ്ങിയതിന് കൂടെ ലോൺ എന്ന നിലയിൽ 1 കോടി രൂപ കൂടി കൊടുത്തതാണ് എന്ന നിഗമനമാണ്. അങ്ങനെയാണ് 2,72,00,000 രൂപ വീണ വിജയൻ ഉത്തരവാദിയാകുന്നത്. അതിനപ്പുറത്തേക്ക് ഏതാണ്ട് 130 കോടിയുടെ അഴിമതി നടന്നിട്ടുണ്ട്. ഈ CMRL കമ്പനി രാഷ്ട്രീയക്കാർക്ക്, മത നേതാക്കൾക്ക്, എന്തിനേറെ മാധ്യമ പ്രവർത്തകർക്കും പരിസ്ഥിതി പ്രവർത്തകർക്കും പോലും കൈക്കൂലി കൊടുത്തിട്ടുണ്ട്. ഇതേക്കുറിച്ചുള്ള വിശദമായ അന്വേഷണത്തിലേക്ക് ഇനി കടക്കുകയാണ്. ഈ അന്വേഷണമാണ് ഇപ്പോൾ SFIO തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവിടെയും അവസാനിക്കുന്നില്ല. SFIOയുടെ അന്വേഷണ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ ഇവർ പരസ്പരം ഡാറ്റ കൈമാറ്റം ചെയ്തതിനെ തുടർന്ന് CBIയും EDയും വീണ വിജയനെ പിടികൂടാൻ വേണ്ടി എത്തിയേക്കും. CBIയും EDയും ഒക്കെ കൂട്ടിലടച്ച തത്തകളാണ്. കേന്ദ്ര സർക്കാരിന് വേണ്ടി, BJPക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന ഏജൻസികളാണ് എന്ന ആരോപണമുണ്ടെങ്കിലും SFIO എന്ന് പറയുന്ന ഏജൻസി ഈ കേസുമായി മുമ്പോട്ട് പോകുമ്പോൾ അതിൻ്റെ തുടർച്ചയായി വീണ വിജയനെതിരെ CBIയും EDയും കേസെടുത്തേക്കും.
ആ കേസിനും സമാധാനം പറയേണ്ടി വരും എന്ന് വ്യക്തമായിട്ടുണ്ട്. അതിൽ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം ഇന്നത്തെ മനോരമ വാർത്തയിൽ സൂചനയുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ അന്വേഷിച്ചു പോയി. അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുന്ന അബുദാബിയിൽ പ്രവർത്തിക്കുന്ന ഒരു ബാങ്കിലേക്ക് 2017-20 കാലഘട്ടത്തിൽ കോടിക്കണക്കിന് രൂപ 2 കൺസൾട്ടിംഗ് കമ്പനികൾ PwCയും ലാവ്ലിനും കൈമാറിയിട്ടുണ്ട് എന്ന് കൃത്യമായ രേഖകൾ അവർ കണ്ടെത്തിയിട്ടുണ്ട്. SFIO അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിലെ ബാങ്ക് അക്കൗണ്ട് വീണ വിജയന് താല്പര്യമുള്ള കമ്പനിയാണ്, വീണ വിജയൻ കൂടി ഉൾപ്പെട്ട കമ്പനിയാണ് എന്ന ആരോപണം നേരത്തെ ഷോൺ ജോർജ് ഉയർത്തിയിരുന്നു. ഷോൺ ജോർജിന്റെ ഈ ആരോപണത്തിനെതിരെ കേസെടുക്കുമെന്ന് സർക്കാർ പറഞ്ഞെങ്കിലും കേസെടുത്തതായി നമുക്കറിയില്ല. മറുനാടനെതിരെയും ഷോൺ ജോർജിനെതിരെയും കേസെടുക്കുമെന്നായിരുന്നു പോലീസ് പറഞ്ഞത്. വീണ വിജയൻ ഒരു പരാതിയും കൊടുത്തിരുന്നു. എന്നാൽ ആ കേസ് ഒരിടത്തും എത്തിയതായി റിപ്പോർട്ടില്ല. കേസ് നിലനിൽപ്പുണ്ടോ എന്ന് പോലും അറിയില്ല. അത് ഈ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടാണ്. ഇന്ന് മനോരമ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിലെ ഈ സാമ്പത്തിക ഇടപാടുകളും SFIയുടെ അന്വേഷണ പരിധിയിൽ പെടുമെന്നാണ്. അതിന് ചില പരിമിതികളുണ്ട്. കാരണം SFIക്ക് അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്ക് രേഖകൾ കൊടുക്കണമെന്നില്ല, PwCയും രേഖകൾ കൊടുക്കണമെന്നില്ല, ലാവ്ലിനും രേഖകൾ കൊടുക്കണമെന്നില്ല. അവരൊക്കെ വിദേശ കമ്പനികളാണ്. എന്നാൽ ലാവ്ലിനും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഇടപാടുകൾ പഴയ അണക്കെട്ട് വിഷയം മാത്രമല്ല, ഇപ്പോൾ മസാല ബോണ്ടിലെത്തിയിരിക്കുന്ന പണവും ലാവ്ലിന് താല്പര്യമുള്ള കമ്പനിയിലേക്ക് പോയി എന്ന ആരോപണമുണ്ട്. എന്ന് മാത്രമല്ല, PwC കേരള സർക്കാരിന്റെ പല പ്രോജക്റ്റുകളുടെയും കൺസൾട്ടന്റ് ആയിരുന്നു. ഈ പശ്ചാത്തലത്തിൽ ഈ കമ്പനികൾ വീണ വിജയന് താല്പര്യമുള്ള അബുദാബിയിലെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ദുരൂഹമായി കണ്ടെത്തുന്നു. പക്ഷേ ഇക്കാര്യം SFIയുടെ കുറ്റപത്രത്തിൽ പറയുന്നു എന്നാണ് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ SFIക്ക് എങ്ങനെ ഇത് അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയും എന്നത് പ്രസക്തമായ ചോദ്യമാണ്. പിണറായി വിജയന്റെ മകൻ ഈ ബാങ്കിൽ തന്നെ ജോലിയെടുക്കുന്നു, അദ്ദേഹത്തിന് നിർണായകമായ പദവി അവിടെയുണ്ട് എന്നതും ഒരു സുപ്രധാനമായ വിവരമാണ്. മാത്രമല്ല, ഈ അക്കൗണ്ട് കൈകാര്യം ചെയ്തിരുന്ന മലയാളിയെ പിന്നീട് മാറ്റുകയുണ്ടായി. ഈ ചർച്ചയ്ക്ക് വേണ്ടി പോയപ്പോൾ മലയാളിയാണോ എന്ന് ചോദിച്ചപ്പോൾ ചർച്ച ഒഴിവാക്കി പോകുന്നു. പിണറായിയുടെ മകളും മറ്റൊരു ഇടനിലക്കാരനും ഈ ബാങ്കിലെ ഡിപ്പോസിറ്റുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് പോയപ്പോൾ ഇദ്ദേഹം മലയാളിയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ അവർ ചർച്ച വേണ്ടെന്ന് വെച്ച് പോവുകയും പിന്നീട് ഒരു സ്പാനിഷ് യുവതിയെ ഇതിന് ചുമതലയേൽപ്പിക്കുകയും ചെയ്തു എന്നാണ് വിശ്വസനീയമായ വൃത്തങ്ങൾ നൽകുന്ന സൂചന. ആ മലയാളി പിന്നീട് ആ ജോലി രാജിവെക്കുകയുണ്ടായി. എന്തായാലും ഈ ഇടപാടിനെ കുറിച്ചുള്ള അന്വേഷണം ഉണ്ടാവും എന്ന് മനോരമ റിപ്പോർട്ട് ചെയ്യുമ്പോൾ SFI അന്വേഷണം ഫെമ നിയമലംഘനം അടക്കമുള്ള വിഷയങ്ങളിലേക്ക് കടക്കുകയും അത് വിദേശത്തേക്ക് പോവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. EDയും CBIയും കേസെടുക്കുമ്പോൾ പിണറായി വിജയന്റെ മകൾ പ്രതിയാകുന്നത് ഒരു കേസിൽ മാത്രമാവില്ല, മറ്റു കേസുകളിലുമാവും. ഡൽഹി ഹൈക്കോടതിയിലെ കേസിന്റെ അവസ്ഥ എന്താണെങ്കിലും SFI അന്വേഷണവുമായി മുമ്പോട്ട് പോവുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യം മുഖ്യമന്ത്രിയെ പ്രതിസന്ധിയിലാക്കും. മുഖ്യമന്ത്രിക്ക് പിന്തുണയുമായി CPIയും രംഗത്ത് വരുന്നുണ്ടെങ്കിലും അവർ കഴിയുന്നതും ചർച്ചയാകാതിരിക്കാൻ, സോഷ്യൽ മീഡിയയിൽ വലിയ ആഘോഷമാകാതിരിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി അസ്വസ്ഥനാണ്, ദുഃഖിതനാണ്. തൻ്റെ മകൾ അഴിക്കുള്ളിലാവുന്നത് ചിന്തിക്കാൻ പോലും പിണറായിക്ക് കഴിയാത്ത സാഹചര്യമുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വ്യക്തമാവുന്നത് പിണറായിയുടെ മകളെ ജയിലിലടയ്ക്കാനുള്ള നീക്കങ്ങൾ ശക്തമായിരിക്കുന്നു, തെളിവുകൾ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. SFIO ഏതു നിമിഷവും പിണറായിയുടെ മകളെ പൊക്കിയെടുത്തു കൊണ്ടുപോയി അഴിക്കുള്ളിലാക്കുമെന്ന് തന്നെയാണ്